ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. നിത്യരാജ്യ പ്രവേശനത്തിന്റെ അടിസ്ഥാന വാചകമായത് മറക്കരുത്. കയ്യിൽ പേരെയുള്ളവർ, ബൈബിൾ കൊണ്ടുവന്നവർ, ബൈബിൾ തുറന്ന് വായിച്ചവർ അണ്ടർലൈൻ ചെയ്ത് സൂക്ഷിക്കുക. നിത്യരാജ്യ പ്രവേശനത്തിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും പരിജ്ഞാനത്താൽ കൃപയും സമാധാനവും വർദ്ധിക്കപ്പെടട്ടെ. നിത്യരാജ്യ പ്രവേശനത്തിന്റെ അടിസ്ഥാനം ദൈവത്തിലുള്ള പരിജ്ഞാനമാണ്. ഹലോ, ദൈവത്തിലുള്ള പരിജ്ഞാനമാണ് നിത്യരാജ്യ പ്രവേശനത്തിന്റെ അടിസ്ഥാനം. ഈ പരിജ്ഞാനം എന്ന വാക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സാധാരണ നിലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലോകപ്രകാരമുള്ള പരിജ്ഞാനത്തിനുള്ള ഗ്രീക്ക് വേർഡ് സോഫിയ എന്നാണ്. സോഫിയ എന്ന പദത്തിന്റെ അർത്ഥം ബുദ്ധി കൊണ്ട് നേടിയെടുക്കുന്ന, അറിവ് കൊണ്ട് നേടിയെടുക്കുന്ന ദൈവിക ജ്ഞാനത്തെ കുറിച്ച്. പക്ഷേ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്ന പദം സോഫിയല്ല, എപ്പിഗ്നോസിസ് എന്ന പദമാണ്. പരിജ്ഞാനത്തിൽ വളരുക എന്ന് വെച്ചാൽ സമ്പൂർണ്ണ ജ്ഞാനം പ്രാപിക്കുക. അത് പ്രാപിക്കപ്പെടാൻ ഒരൊറ്റ വഴിയുള്ളൂ. വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവായ യേശുവിനെ തിരിച്ചറിയണം. ചെറുവക്കൽ കൺവെൻഷൻ ഒരു പ്രത്യേകതയുണ്ട്. 25 വർഷങ്ങൾ ഈ സിൽവർ ജൂബിലി നിറവിൽ ചെറുവക്കൽ പട്ടണത്തിൽ ഗ്രാമമായിരിക്കുമ്പോൾ ഈ ഗ്രൗണ്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയ വ്യക്തികളെ കുറിച്ച് ഇതിന്റെ സംഘാടകർക്കൊരു ലക്ഷ്യമുണ്ട്. വന്നവരാരും യേശുവിനെ കുറിച്ച് അറിയാതെ പോകരുത്. അല്ല, വന്നവർ കഴിഞ്ഞ വർഷം തഴുവല്ല, ഈ 2017 ഡിസംബർ മാസത്തിൽ ഒരു പുതിയ അറിവ് കൂടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആഴമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇന്ന് രാത്രി കൺവെൻഷൻ കൊണ്ട് ഒരു ഫലമുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? സമ്പൂർണ്ണ ജ്ഞാനം ഗ്രഹിക്കണം. അങ്ങനെ കർത്താവായ യേശുവിനെ അറിഞ്ഞാൽ ഉളവാകുന്ന അനുഭവമാണ് സമാധാനം. അങ്ങനെ കർത്താവായ യേശുവിനെ ആഴമായി അറിയുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹമാണ് ദൈവകൃപ. എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ഇത് രാത്രിയിൽ ഈ കൺവെൻഷന്റെ 1-ാം ദിവസത്തിലേക്ക് ഭവനം വിട്ട് പുറത്തിറങ്ങി നിങ്ങൾ ഇവിടെ വന്നപ്പോൾ പല പ്രശ്നങ്ങളെ കുറിച്ച് സമാധാനമില്ലാതെ, പല കാര്യങ്ങളെ കുറിച്ച് വേദനപ്പെട്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ഭാരത്തോടെ ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ, സമാധാനം കൊണ്ട് നിറച്ച് അവരെ മടക്കി അയക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് വന്നിട്ടുണ്ട്. അവനെ ആഴമായി അറിയാൻ, അവന്റെ അറിവിൽ വർദ്ധിപ്പാൻ ഇന്ന് രാത്രി ആര് തീരുമാനിക്കുമോ അവരുടെ മേൽ ദൈവശക്തി വെളിപ്പെടാൻ പോകുകയാണ്. കർത്താവായ യേശുവിനെ അറിയുന്ന അറിവിനാൽ ഉളവാകുന്ന പരിജ്ഞാനം, കർത്താവായ യേശുവിനെ അറിയുന്ന അറിവിനാൽ ഉളവാകുന്ന സമാധാനം, കർത്താവായ യേശുവിനെ അറിയുന്ന അറിവിനാൽ അറിവിന്റെ സമ്പൂർത്തിയിൽ ഉളവാകുന്ന ദൈവകൃപ, അത് പ്രാപിക്കാൻ തയ്യാറായാൽ നിത്യരാജ്യം അന്യമല്ല. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അപ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവായ യേശുവിനെ കുറിച്ച് ആഴമായി അറിയണം, എങ്കിലേ സമാധാനം ഉണ്ടാകൂ. ബ്രദർ, ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ സ്തോത്രം പറയാൻ കാരണം ജീവിതത്തിൽ പ്രശ്നമൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? സഹോദരി, ആത്മനിറവിൽ കർത്താവിനെ ആരാധിക്കാൻ കാരണം വീട്ടിലൊരു പ്രതികൂലം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, എല്ലാം ഉണ്ടെങ്കിലും ദൈവത്തെ ആത്മനിറവിൽ ആരാധിപ്പാൻ, സ്തോത്രം പറയാൻ ഒരു കാരണമുണ്ട്. പ്രതികൂലത്തിന്റെ നടുവിലും തള്ളിക്കളയാതെ നിന്നെ നിലനിർത്തുന്ന ഒരു ദൈവശക്തി, അത് നീ അറിഞ്ഞ അറിവാണ്. യേശുവിനെ പഠിച്ചപ്പോൾ കിട്ടിയ അറിവാണ്. ഒരു പ്രവാചകൻ തന്ന അറിവല്ലത്, ഒരു വ്യക്തി തന്ന അറിവല്ല. ആത്മനിറവിൽ യേശുവിനെ മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ പരിജ്ഞാനമാണ്. ആ സമാധാനം കൊണ്ട് ഇന്ന് രാത്രിയിലും പ്രതികൂലത്തിന്റെ നടുവിൽ സ്വത്രം പറയുന്നത്. സഹോദര, നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തില് ഒരു 10 വർഷം മുൻപ് നിങ്ങൾക്കുണ്ടായ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം 10 വർഷം മുൻപ് ഉണ്ടായ ഒരു പ്രശ്നമായിരുന്നു എങ്കിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പോരാട്ടം 10 വർഷം മുമ്പ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നേരിട്ടൊരു പ്രശ്നമായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു. മനസ്സിലാക്കിയവർക്കായി സ്വത്രം. നിങ്ങൾ ജീവനോടിരിക്കില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നേരിട്ട പ്രതികൂല, സിസ്റ്റർ, നിന്റെ കുടുംബത്തിൽ നിങ്ങൾ സ്നാനപ്പെടുന്നതിന് മുൻപ് വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഉയിരോടിരിക്കില്ലായിരുന്നു. പക്ഷെ ജീവനോട് നിങ്ങൾ ശേഷിക്കാൻ ഒരു കാരണമുണ്ട്. പ്രശ്നം വരാഞ്ഞിട്ടല്ല, പ്രശ്നത്തെ മറികടക്കാൻ നിങ്ങളിൽ വ്യാപരിക്കപ്പെട്ട ദൈവത്തിന്റെ സമാധാനം, അത് വിലയേറിയതാണ്. എത്ര പേര് രാത്രി തിരിച്ചറിയുന്നുണ്ട്? അത് തിരിച്ചറിയുന്നവർക്ക് സമാധാനത്തിന്റെ അടുത്ത ലെവലിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നയിക്കാൻ പോകുകയാ. അതിന് തടസ്സമായി, ദൈവജനത്തിന് സമാധാനം കൊടുക്കുന്നതിന് തടസ്സമായി ദൈവിക പരിജ്ഞാനത്തിൽ മുഴുകാൻ കഴിയാതെ ശ്രദ്ധ തിരിക്കുന്ന പൈശാചിക ശക്തികൾ ഈ ഗ്രൗണ്ട് വിട്ട് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകാം.
വിട്ടുകൊടുത്താട്ട്, നിങ്ങളുടെ ഹൃദയം വിട്ടുകൊടുത്താട്ട്, ബ്രദർ നിങ്ങളുടെ മനസ്സ് വിട്ടുകൊടുത്താട്ട്, നിങ്ങളുടെ ശ്രദ്ധ കർത്താവിലോട്ട് പോകട്ടെ. അവരെ അറിഞ്ഞിട്ട് എഴുന്നേൽക്കാവൂ. ഇന്ന് വരെ പ്രാപിച്ച് അറിവോട് തിരിച്ചു പോകരുത്. കഴിഞ്ഞ ദിവസം വരെ പ്രാപിച്ച് അറിവോടുകൂടെ തിരിച്ചു പോകരുത്. 2017 അറിവ് കൊണ്ട് 2018 കടക്കാൻ ശ്രമിക്കരുത്. 2018 ആത്മമണവാളനെ കുറിച്ച് ഒരു പുതിയ അറിവ് പ്രാപിപ്പാൻ ആര് ലക്ഷ്യം വെക്കുമോ സമാധാനം വർദ്ധിക്കാൻ പോകുകയാണ്. എത്ര പേരത് വിശ്വസിക്കും? അപ്പൊ ദൈവിക പരിജ്ഞാനത്തിൽ വിടുതലുണ്ട്. ദൈവത്തെ അറിയുന്ന അറിവിൽ അത്ഭുതങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ യോഹന്നാൻ സുവിശേഷകൻ 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ യേശുവിന്റെ പിതാവിനോടുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ യേശുവിന്റെ പ്രാർത്ഥനയിൽ ഒരു പ്രത്യേക സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. വായിച്ചു കേൾക്കാം. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? ഏകസത്യമായ ദൈവമേയും ദൈവം അയച്ച തന്റെ പിതാവായ തന്റെ പുത്രനായ ക്രിസ്തുവിനെയും അറിയുന്നതു തന്നെ. ഹലോ, സന്തോഷമുണ്ടോ? കർത്താവായ യേശുവിനെ നീ അറിഞ്ഞത് കൊണ്ട് നിത്യജീവന്റെ അവകാശിയായി തീർന്നിരിക്കുക. കർത്താവിനെ അറിയാൻ ലഭിച്ച അനുഗ്രഹം അതൊരു ഭാഗ്യമായി കണക്കാക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. അപ്പോൾ നിത്യരാജ്യ പ്രവേശനത്തിലേക്ക് താല്പര്യപ്പെട്ട് നിൽക്കുന്നവരോട് ദൈവാത്മാവിന് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം, നിങ്ങൾ എന്ത് അറിഞ്ഞിരിക്കുന്നു? എന്തറിഞ്ഞിട്ടാ ഗേറ്റ് കടക്കാൻ പോകുന്നത്? എന്തറിഞ്ഞിട്ടാ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നേ? നിത്യരാജ്യ പ്രവേശനത്തില് കാതലായ ചോദ്യം, നിങ്ങൾ എന്ത് അറിഞ്ഞിരിക്കുന്നു? 2 തിമോഥെയോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. കേൾക്കാം. 2 തിമോഥെയോസ് 1:12. അതുനിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ അവസാന ഭാഗം വായിക്കാം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. എത്ര പേർക്ക് ഉച്ചത്തിൽ പറയാൻ കഴിയും? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുണ്ടോ? ഞാൻ എന്ത് വിശ്വസിച്ചിരിക്കുന്നു എന്നല്ല പൗലോസ് പറഞ്ഞേ. ശ്രദ്ധിക്കൂ, ഞാൻ എന്ത് വിശ്വസിച്ചിരിക്കുന്നതല്ല, ഞാൻ ആരെ. ക്രിസ്തു കേന്ദ്രീകൃതം. നിത്യരാജ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരൊറ്റ ഫോക്കസേ ഉള്ളൂ, അവിടെ യേശു മാത്രമാണ്. ശ്രദ്ധാകേന്ദ്രം മാറരുത്. ഞാൻ സഭയെ അറിയുന്നതല്ല, ഞാൻ സംഘടന അറിയുന്നതല്ല, ഞാൻ സെൻട്രൽ പാസ്റ്റർ അറിയുന്നതല്ല, ഞാൻ വിശ്വാസി അറിയുന്നതല്ല, ഞാൻ സെക്രട്ടറി അറിയുന്നതല്ല. ഞാൻ വിശ്വസിച്ചിരിക്കുന്ന എന്റെ ആത്മമണവാളനായ യേശുവിനെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. അറിഞ്ഞിട്ടുണ്ടോ സഹോദര? ഇന്ന് രാത്രിയിൽ അവിചാരിതമായിട്ടായിരിക്കാം ഈ ഗ്രൗണ്ടിൽ നിങ്ങൾ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയായിരിക്കാം ഈ ഗ്രാമത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നത്. നിങ്ങൾ ഡ്രൈവറായിട്ട് വന്ന വ്യക്തിയായിരിക്കാം, ആരെങ്കിലും സഹായത്തിന് വന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഞാൻ വിശ്വാസത്തോട് പറയുന്നു, യു ആർ ഇൻ റൈറ്റ് പ്ലേസ് ഇൻ റൈറ്റ് ടൈം. നിങ്ങൾ ശരിയായ ഇടത്തിൽ ശരിയായ നേരത്ത് വന്നിരിക്കുകയാ. അവരെ ആഴമായി അറിയാൻ, അവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ, നിത്യരാജ്യത്തിന്റെ അവകാശിയാകാൻ. എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? കർത്താവായ യേശു. സിസ്റ്റർ, നിങ്ങൾ ആരെ അറിഞ്ഞിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ആരെ? എനിക്ക് പാസ്റ്ററെ നന്നായിട്ട് അറിയാം, അതിൽ കാര്യമില്ല. എനിക്ക് വിശ്വാസികളെ അറിയാം, അതിൽ കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ നിത്യതയുടെ വാതിൽ അടയപ്പെടും. നിത്യതയുടെ വാതിൽ തുറക്കപ്പെടണമെങ്കിൽ മറ്റുള്ളവരെ അറിയുന്നതിനേക്കാൾ, പ്രസ്ഥാനത്തെ അറിയുന്നതിനേക്കാൾ, സംഘടനയെ അറിയുന്നതിനേക്കാൾ യേശുവിനെ അറിയാൻ നിങ്ങളുടെ ഫോക്കസ് ക്രിസ്തു കേന്ദ്രീകൃതമാകട്ടെ. എത്ര പേർ താല്പര്യപ്പെടുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ കർത്താവിനെ കേന്ദ്രീകരിച്ച് യാത്ര ചെയ്യുന്ന ദൈവവേദനാണോ? യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. ഈ 1-ാം ദിനം രാത്രിയിൽ ദൈവാത്മാവിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഗ്രൗണ്ടിൽ വെളിപ്പെടാൻ പോകുകയാ. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി വിടുതൽ ഏറ്റെടുക്കാൻ പോകുകയാ. ഞാൻ നിങ്ങളുടെ തലയെ കൈവെക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. വചനത്തിന്റെ ശക്തിയിൽ യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കപ്പെടട്ടെ. വചനത്തിന്റെ അധികാരത്തിൽ അത്ഭുതം നടക്കപ്പെടട്ടെ. ക്രിസ്തുവിനെ ലക്ഷ്യമാക്ക്, അവനെ നോക്ക്, അവനെ മാത്രം നോക്ക്. അകക്കണ്ണുകൾ തുറക്കട്ടെ. ആത്മമണവാളിലേക്ക് ലക്ഷ്യം ചെല്ലട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ നിത്യ സമാധാനം തരേണ്ടതിന്, ദൈവകൃപ വെളിപ്പെടേണ്ടതിന്, ആഴമായി അവരെ അറിയുന്ന ദൈവ പൈതൽമേ ദൈവശക്തി വ്യാപരിക്കാൻ പോകുകയാണ്.
വായികൾ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്, വായികൾ തുറന്ന് ദൈവത്തിന് മഹിമ കൊടുത്താട്ട് അവസാനത്തേക്ക് മാറ്റിവെക്കരുത്. ബ്രദർ, വിശ്വാസത്തോടെ സ്തോത്രം പറ. നീ കർത്താവിനോട്ട് നോക്ക. ഇന്ന് രാത്രിയിൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാ. വ്യക്തിയെ നോക്കരുത്, വ്യക്തിയെ നോക്കരുത്, വ്യക്തിയെ നോക്കരുത്. പ്രസംഗിക്കുന്ന വ്യക്തിയല്ല, കർത്താവിനെ നോക്ക്, ക്രൂശിതനായ യേശുവിനെ നോക്ക്. നിന്റെ നിത്യരാജ്യത്തെ തടസ്സപ്പെടുത്തുന്ന സകല പ്രതികൂലങ്ങളും, നിത്യരാജ്യ ദർശനത്തിൽ നിന്ന് അകറ്റി മാറ്റുന്ന വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, അവരുടെ തലപ്പത്തിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ അവരിലൂടെ വ്യാപരിക്കുന്ന ശക്തികൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് രാത്രി വിട്ടുമാറട്ടെ. ലക്ഷ്യത്തെ തെറ്റിച്ചു കളയുന്ന നിത്യരാജ്യ പ്രവേശനത്തെ തടസ്സപ്പെടുത്തുന്ന ശക്തികളെ ഈ ഒന്നാം ദിനം രാത്രിയിൽ തിരിച്ചറിഞ്ഞാൽ ഈ കൺവെൻഷൻ അനുഗ്രഹമാകാൻ പോകുകയാണ്. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. എത്ര പേര് എന്നോടൊപ്പം സ്തോത്രം പറയും? അപ്പൊ ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. ക്രിസ്തു കേന്ദ്രീകൃതമായ ആ ദർശനത്താൽ സ്വർഗരാജ്യ പ്രവേശനം സാധ്യമാണ്. ഇത് രണ്ട്, നിത്യരാജ്യ പ്രവേശനത്തെ ലക്ഷ്യമാക്കി ഓടുന്ന, നിത്യരാജ്യത്തിന്റെ ഗേറ്റിനോട് അടുത്തിരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവിന്റെ അടുത്ത ചോദ്യം, നിത്യരാജ്യ പ്രവേശനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടോ? മൂന്നാം വാക്യം വായിക്കാം. മൂന്നാം വാക്യം, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. അവന്റെ മലയാളം ബൈബിളിൽ മഹത്വത്താലും വീര്യത്താലും എന്നാ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഒറിജിനൽ വേർഷനിൽ മഹത്വത്തിനായും വീര്യത്തിനായും എന്ന പദപ്രയോഗമാണ്. രണ്ടിന് രണ്ടർത്ഥങ്ങളാണ്. പക്ഷെ രണ്ടർത്ഥങ്ങളിലൂടെയും ഇന്ന് രാത്രികൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സംസാരിക്കാനുണ്ട്. മലയാളം ബൈബിളിൽ മഹത്വത്താലും വീര്യത്താലും എന്ന് വെച്ചാൽ ദൈവത്തിന്റെ മഹത്വത്താൽ നിങ്ങളെ ദൈവം വിളിച്ചത്. ബ്രദർ, സിസ്റ്റർ, നിങ്ങളെ കർത്താവ് തിരഞ്ഞെടുക്കേണ്ടതിന് നിങ്ങളെ വിളിച്ചത് അവന്റെ മഹത്വത്താലാ. വിശ്വാസം ഉണ്ടോ? മഹത്വത്താലാ വിളിച്ചേ. കാരണം ഒന്നേ ഉള്ളൂ, അവന്റെ മഹത്വം അവൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നിങ്ങളിൽ ചിലരുടെ സാക്ഷ്യമാണ്, ഞാൻ യേശുവിനെ അറിഞ്ഞത് തീരാ വ്യാധിയാൽ കിടപ്പിലായിരുന്നു, മരണവുമായി മല്ലടിച്ചപ്പോൾ യേശുവിന്റെ റൂമിൽ വന്നു, അവൻ പകർന്ന് വിടുതലാൽ ഞാൻ യേശുവിന്റെ മകനായി. എന്താ അവിടെ നടക്കപ്പെട്ടത്? അവന്റെ മഹിമ മരുന്നിനോ, അവന്റെ മഹിമ ഡോക്ടർക്കോ, അവന്റെ മഹിമ ഈ ഭൂമിയിലുള്ള ഒന്നിനും വിട്ടുകൊടുക്കത്തില്ലെന്ന് തെളിയിച്ചതിനെ വിളിച്ചതാ. സ്വത്രം പോരാ, സ്വത്രം പോരാ, സന്തോഷം ഇത് പോരാ. ദൈവം നിങ്ങളെ വിളിച്ചതിന്റെ മഹിമ വെളിപ്പെടുത്താനാ. കടഭാരത്താൽ ഞെരുങ്ങപ്പെട്ട ജീവിതം വരെ അവസാനിപ്പിക്കാൻ ആത്മഹത്യയുടെ വക്കോളം എത്തപ്പെട്ട നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചപ്പോൾ സംഭവിച്ചത് എന്തെന്നറിയാമോ? ഒരു വ്യക്തിക്കോ കൂട്ടു സഹോദരനോ മറ്റൊരു കുടുംബത്തിനോ മഹത്വം വിട്ടുകൊടുക്കാതെ, ഒരു പ്രസ്ഥാനത്തിന് മഹത്വം വിട്ടുകൊടുക്കാതെ, നിന്നെ അറിഞ്ഞവർക്ക് മഹത്വം വിട്ടുകൊടുക്കാതെ അവൻ തന്റെ മഹിമ വെളിപ്പെടുത്തുവാ. നിന്റെ പ്രതികൂലത്തെ മാറ്റി അവൻ നിന്നെ വിളിച്ചിരിക്കുകയാ. അപ്പൊ എന്താ ഈ വീര്യം? വിർച്യു. എന്താ വീര്യം? വിർച്യു എന്ന പദത്തിൽ ഒത്തിരി ആശയങ്ങളുണ്ട്. അത് കേവലമായ ബലമെന്നോ, കേവലമായ ഗുണമെന്നോ, കേവലമായ ധർമ്മമെന്ന ആശയമല്ല. കുറച്ചുകൂടെ വിശാലാർത്ഥത്തിൽ പറഞ്ഞാൽ സദാചാരപരമായ സദ്ഗുണമെന്ന ആശയമാ വിർച്യു, വീര്യം. യേശു നിന്നെ വിളിച്ച വിളി എന്ന് പറഞ്ഞത് സദാചാരപരമായ സദ്ഗുണം വെളിപ്പെടുത്തിയ അവന് വീര്യം ഉണ്ടെന്ന് അവൻ തെളിയിച്ചു. ശരിയല്ലേ? പിടികൊടുക്കാതെ പോയ മത്സ്യത്തെ പോലെ തെറ്റി ഒഴിഞ്ഞവളായ നിന്നെ, പിടികൊടുക്കാതെ കർത്താവിനെ നിന്ന് അകന്നുപോയ നിന്നെ ഒരു മത്സ്യത്തെ ചൂണ്ടയിട്ട് പിടിച്ചെടുക്കുന്നത് പോലെ പിടിച്ചെടുക്കാൻ ദൈവം പ്രവർത്തിച്ചവന്റെ വീര്യം ഉപയോഗിച്ച ആ പ്രവൃത്തിയ ശൗലിനെ പൗലോസാക്കിയത്. ശൗലിനെ പൗലോസാക്കാൻ ദൈവം പ്രവർത്തിച്ച പ്രവൃത്തി വീര്യത്തിന്റെ പ്രവൃത്തിയ. അതുകൊണ്ട് മൂലഭാഷയിൽ അർത്ഥത്തിലേക്ക് ഞാൻ വരുന്നു. മഹത്വത്തിനായി ദൈവം നിന്നെ വിളിച്ചിരിക്കുക. എന്നിലൂടെയും നിങ്ങളിലൂടെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ഒന്നുണ്ട്, എന്റെ മഹിമയല്ല, ദൈവത്തിന്റെ മഹിമ. ഹലോ, നമ്മുടെ മഹിമയ്ക്കല്ല അവൻ നമ്മെ വിളിച്ചത്, നമ്മുടെ പേരുയരാനല്ല അവൻ വിളിച്ചത്, പ്രസ്ഥാനത്തിന്റെ പേരുയരാനല്ല അവൻ വിളിച്ചത്, പട്ടണത്തിൽ നിന്റെ പേരുയരാനല്ല വിളിച്ചത്. ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് അകറ്റി മാറ്റുന്ന ശത്രുവിന്റെ സകല നികള സ്വഭാവങ്ങളും മനസ്സുകളിൽ നിന്നും നീങ്ങിപ്പോട്ട്. ഇല്ല, അതിനധികം സ്വോത്രം പറയുന്ന പ്രസംഗമല്ല.
യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചിലരെ കർത്താവ് തൊടാൻ പോകുകയാ. നിത്യരാജ്യത്തിൽ നിന്ന് അകറ്റി മാറ്റുന്ന നികട സ്വഭാവങ്ങൾ മഹത്വം ഏറ്റെടുക്കുന്ന പരിപാടിയുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ജോലിക്കല്ല പ്രാധാന്യം, ജോലി തന്ന ദൈവത്തിന് മഹിമ കൊടുക്ക. ബിസിനസ്സിന് പ്രാധാന്യം കൊടുക്കരുത്. ബിസിനസ് നിനക്ക് ദാനം തന്ന ദൈവത്തിന് മഹിമ കൊടുക്ക. നിന്റെ തലമുറയ്ക്ക് മഹിമ പകരുത്. എന്റെ മകൻ എന്ന് പറയുന്ന പറച്ചു നിർത്ത്. മകളെ ദാനം തന്ന, മകളെ ദാനം തന്ന, മറ്റുള്ളവരിൽ അധികമായി അവരെ ഉയർത്തിയ കർത്താവായ ദൈവത്തിന് മഹിമ വിട്ടുകൊടുക്ക. ആര് മഹിമ ഏറ്റെടുക്കുമോ, ആര് മഹിമ ഏറ്റെടുക്കുമോ നിത്യരാജ്യ പ്രവേശന കവാടം അടയപ്പെടുകയോ. ആര് മഹിമ വിട്ടുകൊടുക്കുമോ യേശുവിന്റെ നാമത്തിൽ കവാടം തുറക്കപ്പെടാൻ പോകുകയാ. ഇന്ന് രാത്രി മഹിമ കർത്താവിന് കൊടുക്ക്. നിങ്ങളുടെ പ്രസ്ഥാനത്തിന് ഏറ്റെടുത്ത മഹിമ ബ്രദർ, അത് കർത്താവിന് വിട്ടുകൊടുക്ക. നിങ്ങൾ ജോയിൻ ചെയ്ത ബിസിനസ്സിന് കൊടുത്ത മഹിമയുണ്ടല്ലോ, ആത്മമണാളന യേശുവിന് വിട്ടുകൊടുക്ക. ബിസിനസ്സിലെ പോരാട്ടം യേശുവിന്റെ നാമത്തിൽ മാറാൻ പോകുകയോ. അത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രശ്നം കൊണ്ടുവന്നത് സാത്താനാന്ന് പറഞ്ഞ് സ്വത്രം പറഞ്ഞിരിക്കാനല്ല, എൻ്റെ കുഴപ്പം കൊണ്ട് എൻ്റെ ബിസിനസ്സിൽ പോരാട്ടം വന്നേന്ന് ഇന്ന് രാത്രി വായി തുറന്ന് ആര് സമ്മതിക്കുമോ അത്ഭുതങ്ങൾ ഈ ഗ്രൗണ്ടിൽ നടക്കാൻ പോകുകയാ. എൻ്റെ പ്രശ്നം കൊണ്ട് സഭയിൽ പ്രതികൂലം വന്നേന്ന് ഇല്ല, അത് പറയാൻ ദുഷ്കരമാ. ആര് പറയുമോ ഞാൻ മഹിമ ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ പ്രതികൂലം വന്നേന്ന് ഇന്ന് രാത്രി വിട്ടുകൊടുത്ത് ആര് പറയാൻ കഴിയുമോ കർത്താവേ നിന്റെ മഹിമ ഞാൻ നിനക്ക് വിട്ടുതരുന്നു, എന്നെ വിളിച്ചത് നിന്റെ മഹിമയ്ക്കാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന് വായി തുറന്ന് രാത്രിയിൽ പറയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തില് ആണ്ടുകളായി തടയപ്പെട്ട വിടുതലുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നടക്കാൻ പോകുകയോ. അത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആത്മനിറവിൽ അത് ഏറ്റെടുത്താട്ട്, ആത്മനിറവിൽ അത് ഏറ്റെടുത്താട്ട്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ആരും ആത്മനിറവിൽ ആരാധിച്ചില്ലെങ്കിലും, നിങ്ങൾ ആരും ആത്മനിറവിൽ കർത്താവിന് സന്തോഷം അർപ്പിച്ചില്ലെങ്കിലും ഞാൻ വിളിച്ചു പറയുന്നൊരു സത്യമുണ്ട്. നിത്യപ്രവേശനം, ഒരു നിത്യരാജ്യ പ്രവേശനത്തിന്റെ കവാടം നിങ്ങളുടെ മുന്നിൽ കൊട്ടിയടയപ്പെടരുത്. മഹിമ ദൈവത്തിന്. ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. 3-ാം വാക്യം വേഗത്തിൽ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ജീവനും ഭക്തിക്കും ഇവിടെ ഈക്വൽ വെയിറ്റേജാ കൊടുത്തിരിക്കുന്നത്. ഹലോ, ജീവനെ അടർത്തി മാറ്റിയിട്ട് 4 ചുമരിനകത്ത് കയറിയിരുന്ന് മുട്ടയിലിരുന്ന് 24 മണിക്കൂർ ഇരിക്കുന്ന ഭക്തിയെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ജീവന്റെ മറുകര എത്തേണ്ടതിന് ഭക്തിയെ പ്രാപിക്കുവാൻ, ജീവനിലെ പ്രശ്നങ്ങളെ മറികടക്കേണ്ടതിന് ദൈവശക്തി ഏറ്റെടുക്കാൻ, ഒരു ഭക്തനായി ജീവിതത്തിൽ നിലനിൽക്കപ്പെടുവാൻ ആർക്ക് കഴിയുമോ അവരാ നിത്യത പോകുന്നത്. മനസ്സിലാക്കിയവർക്കായി സ്തോത്രം ചെയ്യുന്നു. നിത്യതയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ദൈവവൈദ്യനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പത്രോസ് പറയുകയാണ്, അവൻ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും, ഹലോ, ഭക്തിക്ക് വേണ്ടതൊക്കെയും, ഭക്തി ദാനം തന്നിരിക്കുന്നതല്ല, ഭക്തിക്ക് വേണ്ടതൊക്കെയും ദാനം തന്നിരിക്കുന്നു. അപ്പം ഭക്തി നമ്മളാൽ ഉളവാകേണ്ടതാ. മനസ്സിലാക്കിയവർക്കായി സ്തോത്രം. ജീവനുള്ളതെല്ലാം കർത്താവ് ദാനം തന്നിട്ടുണ്ട്. വിളിക്കപ്പെട്ടവർക്ക്, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ജീവനുള്ളതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. അതിലേറെ ഭക്തിക്കുള്ളതും തന്നിട്ടുണ്ട്. എവിടെ ജീവൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഭക്തിയെ അടിച്ചമർത്തപ്പെടുമോ പ്രവേശന കവാടത്തിന് അപ്പുറം കടക്കാൻ സാധ്യമല്ല. ജീവനേക്കാൾ ഭക്തിക്ക് ആരും രാത്രിയിൽ പ്രാധാന്യം കൊടുക്കുമോ, ഭക്തിക്ക് മുഖ്യത്വം കൊടുക്കുന്ന ദൈവവൈതനെ അന്വേഷിച്ച് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്. ആ വാക്യത്തിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഈ എഴുത്തുകാരനായ പത്രോസ് ഈ ലേഖന രചനയിൽ ഉപയോഗിച്ചിരിക്കുന്ന ദ്വിപദ പ്രയോഗമുണ്ട്. ദ്വിപദ പ്രയോഗം ഒരു ലേഖന രചനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രചനാ സൗകുമാര്യം വെളിപ്പെടുത്തുന്ന ചില ഭാഗങ്ങളാണ് അതിൻ്റെ ഓരോ വാക്യത്തിലും കാണുന്നത്. 1-ാം വാക്യത്തിലോട്ട് നോക്കൂ. അവിടുത്തെ ദ്വിപദ പ്രയോജനം ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും. 2-ാം വാക്യം കൃപയും സമാധാനവും. 3 ജീവനും ഭക്തിയും, അതിൽ തന്നെ മഹത്വത്താലും വീര്യത്താലും. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ വിലയേറിയതും അതിമഹത്തായതും. 5 തൊട്ട് 7 ഉള്ള വാക്യങ്ങളിൽ ദ്വിപദങ്ങളെ കൂട്ടിയുണർത്തിയ ഒരു രചനയാണ്. അത് വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് സ്നേഹം. അവിടെയും തുടരുകയാണ്. ഇനി അതിന് 8-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉത്സാഹം ഇല്ലാത്തവരും
നിഷ്ഫലന്മാരും. അവിടെയും പദപ്രയോഗമാണ്. 9-ാം വാക്യം ഹ്രസ്വദൃഷ്ടിയുള്ളവരും മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവരും. 10-ാം വാക്യം വിളിയും തിരഞ്ഞെടുപ്പും. 11-ാം വാക്യം കർത്താവും രക്ഷിതാവും. എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? തന്റെ രചനയിൽ താൻ പ്രസ്താവിക്കുന്ന ആശയത്തെ സ്ഥാപിക്കാൻ, അതിനെ ആഴമായി സമർത്ഥിക്കാൻ, അതിന്റെ അർജൻസി മനസ്സിലാക്കി ജനത്തിലേക്കെത്തേണ്ടതിന് പത്രോസ് ഉപയോഗിച്ച പദങ്ങളുടെ സമ്പത്താണ്. അത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? അതിലെ ഒരംശം പോലും ചോരാതെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ചു പറയാനുള്ള ഒരു കാര്യമുണ്ട്. മഹത്തായ ഒരു അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുമ്പോൾ അതിൻ്റെ യോഗ്യത മറക്കാതെ അതിനെ പ്രാപിക്കേണ്ടതിന് ജീവനേക്കാൾ ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കാൻ ഈ ഗ്രൗണ്ടിൽ ആരൊക്കെ തയ്യാറെടുക്കുമോ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. അടുത്ത വാക്യം 4-ാം വാക്യം ശ്രദ്ധിച്ചു കേൾക്കൂ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. നിത്യരാജ്യ പ്രവേശനത്തിന് തയ്യാറെടുക്കുന്ന ദൈവവചനോട് അടുത്ത ചോദ്യം, എന്താണ് നിങ്ങളുടെ വാഗ്ദത്തം? വാഗ്ദത്തം ലഭിച്ചവർ കരങ്ങൾ ഉയർത്തിയേ. വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞ്, ജീവനുള്ള ഹല്ലേലൂയ പറഞ്ഞ്. വാഗ്ദത്തങ്ങൾ ലഭിക്കപ്പെട്ടവരാ. എന്നാൽ ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നു എന്ത് വാഗ്ദത്തം? ഏതു വാഗ്ദത്തം? നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള വാഗ്ദത്തമാണോ? നിങ്ങളുടെ ഉയർച്ചയെ കുറിച്ചുള്ള വാഗ്ദത്തമാണോ? സാമ്പത്തിക അനുഗ്രഹത്തെ കുറിച്ചുള്ള വാഗ്ദത്തമാണോ? തലമുറയുടെ വിവാഹത്തെ കുറിച്ചുള്ള വാഗ്ദത്തമാണോ? സഭയുടെ പണിയെ കുറിച്ചുള്ള വാഗ്ദത്തമാണോ? ഇവിടെ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തം ലോകത്തെ കുറിച്ചുള്ള വാഗ്ദത്തം അല്ല, ഉയരത്തെ കുറിച്ചുള്ള വാഗ്ദത്തം. കൺകൾ ഉയരപ്പെടട്ടെ. ഭൂമിയുടെ കുറിച്ചുള്ള വാഗ്ദത്തമല്ല, ഭൂമിയുമായി ചുറ്റിപ്പറ്റിയുള്ള വാഗ്ദത്തമല്ല, ഉയരത്തിലെ വാഗ്ദത്തം. അത് പ്രാപിച്ചവരാ പറയാൻ കഴിയുന്നത്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത, എത്ര പേർക്ക് സന്തോഷത്തോട് പറയാൻ കഴിയും, ഒരു നിത്യരാജ്യം ഞങ്ങൾക്കായി അവർ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് വീടിനെ കുറിച്ചുള്ള വാഗ്ദത്തമല്ല, മണ്ണിന്റെ വാഗ്ദത്തമല്ല, ഉയരത്തിലെ വാഗ്ദത്തം പ്രാപിക്കാൻ ദൈവവൈതൽ തയ്യാറാകണം. എന്തിനാ വാഗ്ദത്തം തന്നത്? എന്താണ് വാഗ്ദത്തം? 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, പ്രിയമുള്ളവരെ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്. ഈ വാഗ്ദത്തം ഏത് വാക്യം? വാഗ്ദത്തം 1-ാം വാക്യത്തിലെ പദപ്രയോഗമാകയാൽ അത് മനസ്സിലാക്കണമെങ്കിൽ അതിനു മുമ്പുള്ള അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് പോകണം. 6:16, 6:18. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും. ശ്രദ്ധിച്ചു കേൾക്കൂ. ഞാൻ അവർക്ക്, നിങ്ങൾക്ക്, ചെറുവക്കൽ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇരിക്കുന്നവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. അതാ വാഗ്ദത്തം. കണ്ടോ? സ്വത്രം പറഞ്ഞില്ല. കറക്റ്റ് പെന്തക്കോസുകാരാ നമ്മള്, ഒറിജിനൽ പെന്തക്കോസുകാരാ. സ്വത്രം. ദൈവം തന്ന ഏറ്റവും വലിയ വാഗ്ദത്തം ഏതാന്നാ പറഞ്ഞേ? അവൻ നമുക്ക് ദൈവമായും നാം അവന്റെ ജനവുമായി ഇരിക്കും. സന്തോഷമുണ്ടോ ദൈവം ഇതിലെ? വീട്ടിലൊന്നും ഇല്ലെങ്കിലും, മുന്നോട്ട് പോകാൻ യാതൊരു മാർഗവും ഇല്ലെങ്കിലും നിനക്ക് ഉച്ചത്തിൽ സ്തോത്രം പറയാൻ ഒരു കാര്യമുണ്ട്. അവൻ നിന്റെ ദൈവം, നീ അവന്റെ ജനമാ. ആരെല്ലാം നിന്നെ വെറുത്താലും കർത്താവിനെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച നിന്റെ ജീവനത്തിനെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും ഇന്ന് രാത്രി സന്തോഷിക്കാൻ ഒരു വകയുണ്ട്. അവൻ എന്റെ ദൈവം, ഞാൻ അവന്റെ ജനമാ. അതാ വലിയ വാഗ്ദത്തം. അടുത്ത വാഗ്ദത്തം 18-ാം അടുത്ത വാക്യം വായിച്ചേ. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു വേർപെട്ടിരിപ്പി എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെയുള്ള വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് പുത്രനാകാനുള്ള അവകാശം, പുത്രിയാകാനുള്ള അവകാശം അത് ദൈവം തന്നതാണ്. എന്റെയും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദത്തം. വീടിനെ സ്വപ്നം കണ്ട്
വീട്ടുകാരെ സ്വപ്നം കണ്ട്, ജോലിയെ സ്വപ്നം കണ്ട്, അന്യരാജ്യത്തിലെ യാത്ര സ്വപ്നം കണ്ട്, ഹയർ എഡ്യൂക്കേഷൻ്റെ അഡ്മിഷൻ സ്വപ്നം കണ്ട്, കുടുംബത്തിലെ അനുഭവങ്ങൾ സ്വപ്നം കണ്ട്, ബിസിനസ് മണ്ഡലത്തിലെ പുരോഗതിയെ സ്വപ്നം കണ്ട് ഇരിക്കുവാൻ ഇനി നമുക്ക് സമയമില്ല. കർത്താവ് അടുക്കൽ വാതിൽക്കലായിരിക്കുന്നു. നിങ്ങളുടെ ദർശനം മാറരുത്, സ്വപ്നങ്ങൾ മാറട്ടെ. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവൊരുക്കിയ നിത്യത ദർശനം കണ്ടിട്ട് ഞാൻ അവന്റെ മകളാണ്, ഞാൻ അവന്റെ മകനാണെന്ന് ഉറപ്പ് വരുത്തുന്ന സഹോദര, ഇവിടം വിട്ട് എഴുന്നേൽക്കുന്നതിനും ആത്മനിറവിൽ പറയാൻ കഴിയട്ടെ. വായി തുറന്നു പറ, അവൻ എന്റെ ദൈവവും ഞാൻ അവന്റെ മകനുമാണ്. അതാ വാഗ്ദത്തം. ആ വാഗ്ദത്തം ജീവനും ഭക്തിക്ക് ഇടയിൽ ഒരു ക്ലാഷ് ഉണ്ട്. ജീവൻ ലോകമോഹം കൊടുക്കുമ്പോൾ, ശ്രദ്ധിക്കൂ, ജീവൻ ലോകമോഹം കൊടുക്കുമ്പോൾ ഭക്തി നിത്യരാജ്യമോഹം തരും. അപ്പം ഭക്തൻ എന്ന് പറയുന്നത്, ഭക്തനായ ദൈവദാസൻ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. എന്ത് ശുദ്ധ അബദ്ധങ്ങളാണ് പറയുന്നത്. ആര് പറഞ്ഞു ഭക്തനാണ്? ഭക്തി വെളിപ്പെടുന്നത് നിത്യരാജ്യ പ്രവേശനത്തെ നോക്കി നിൽക്കുമ്പോഴാണ് ഭക്തിയുടെ അളവ് തിരിച്ചറിയുന്നത്. ലോകമോഹങ്ങളിലേക്ക് കടന്നു പോകുവാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ജീവിതത്തിന്റെ അവസ്ഥകളെങ്കിൽ, ലോകരാജ്യം വിട്ട് ദൈവരാജ്യത്തിന്റെ അവകാശിയായി നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവവൈതന്നെ സന്നദ്ധനാക്കുന്ന ദർശനം ഉളവാകണമെങ്കിൽ ഭക്തി ഉണ്ടാകണം. ഇന്ന് രാത്രി ഇത് പ്രാപിക്കണം. അത് വേണം പ്രാർത്ഥിക്കാൻ, അതിന് വേണം ഉപവസിക്കാൻ, അതിന് വേണം പ്രാർത്ഥിക്കാൻ. എൻ്റെ മോനും എൻ്റെ മോളും നിത്യതയെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഇല്ല, കുറവാ, പോരാ. സമയമായി. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു യാത്രയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ കണ്ണാടിയിൽ നോക്കി നിങ്ങളുടെ മുഖത്തെ നോക്കും. ഒരുക്കം റെഡിയായോ, നിങ്ങളുടെ ഡ്രസ്സ് ശരിയായോ, ബട്ടൺസ് കറക്റ്റ് ആണോ, എല്ലാ ഡ്രസ്സ് മേക്കപ്പ് എല്ലാം ശരിയാണോ നോക്കും. എന്നാൽ അവിടെ നിന്ന് മുന്നോട്ടിറങ്ങി വന്ന് ചിലരുടെ വീട്ടിൽ മെയിൻ ഡോറിന്റെ സൈഡിൽ ഒരു ഗ്ലാസ് ഉണ്ട്, മെയിൻ ഡോറിന്റെ പിൻഭാഗത്ത്. ആ വാതിൽ തുറക്കുന്ന സമയത്ത് ഒരു ലാസ്റ്റ് ചെക്കപ്പ് ഉണ്ട്. ഇത് ഒരുങ്ങാനുള്ള കണ്ണാടിയല്ല, ഒരുങ്ങിയോന്ന് നിർണയിക്കാൻ, അത് ഉറപ്പ് വരുത്താനുള്ള കണ്ണാടിയാണ്. 2017 ജൂബിലി കൺവെൻഷൻ ആയിരിക്കുന്ന ദൈവ പൈതൽ ഒരുങ്ങാനുള്ള കണ്ണാടി തേടി അകത്തോട്ട് പോകാൻ സമയമില്ല. യാത്രയ്ക്ക് തയ്യാറെടുത്ത ദൈവ പൈതൽ ഒരുങ്ങിയോന്ന് ഉറപ്പ് വരുത്താൻ ഒരു ഫൈനൽ ചെക്കപ്പ് എടുത്ത് ഭക്തിയുണ്ടോന്ന് സ്വയശോധന ചെയ്യ്. അതോ നിന്റെ ഭക്തി നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി തീരുമാനിക്കുക, അയ്യോ എനിക്ക് ലോകത്തിലുള്ളതല്ല, നിത്യരാജ്യത്തിന്റെ നന്മ വേണം. അതത്ര എളുപ്പമല്ല. നിത്യരാജ്യം എങ്ങനെ പ്രാപിക്കാൻ കഴിയും? അതത്ര എളുപ്പമല്ല. അതുകൊണ്ടാ പത്രോസ് 5-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ സകല ഉത്സാഹവും കഴിക്കണം. ഹലോ, സകല ഉത്സാഹമല്ല, അത് നമുക്കുണ്ട്. സകല ഉത്സാഹം. പത്രോസിനെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു ലേഖന രചനയായത്. അവിടെ ചില പോസിറ്റീവായ ചില പദപ്രയോഗങ്ങളുണ്ട്, വളരെ ശ്രദ്ധിക്കണം. 10 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് വർദ്ധിക്കുമാറാകട്ടെ സകല ഉത്സാഹം, പിന്നെ കൂട്ടിക്കൊള്ളി, പിന്നെ അധികം ശ്രമിപ്പീൻ. യോ, സൂപ്പർലേറ്റീവാ, അധികം സൂപ്പർലേറ്റീവാ. എത്രമാത്രം ശക്തിയോടെ പറയാമോ? സമയമില്ല. കൂട്ടിക്കൊള്ളുവീൻ, വർദ്ധിക്കുമാറാകട്ടെ, നിങ്ങൾ അധികം ശ്രമിപ്പീൻ, സകല ഉത്സാഹവും. ബ്രദർ, സകല ഉത്സാഹവും കഴിക്കുക. എങ്ങനെങ്കിലും തൊട്ടടുത്ത് വസിക്കുന്നവനേക്കാൾ ഉയരണമെന്നുള്ള വാഞ്ചയല്ല. തൊട്ടടുത്ത് വസിക്കുന്നവൻ അക്കരെ പോയില്ലെങ്കിലും എനിക്ക് അക്കരെ പോകണമെന്നുള്ള ഉത്സാഹം നിങ്ങൾക്ക് വർദ്ധിക്കപ്പെട്ടാൽ ഇന്ന് രാത്രി അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാ. സഹോദരി, മറ്റുള്ളവരെക്കാൾ എൻ്റെ തലമുറ ഉയരണമെന്ന് വീറും വാശിയുമല്ല, എൻ്റെ തലമുറ ഉയരത്തിൽ പോകണമെന്ന് ഒരു വീറും വാശിയോടെ സമയം വേറിട്ടിരിക്കുക. മുഴങ്കാൽ യുദ്ധം നടത്ത്, പ്രാർത്ഥിക്കാൻ തയ്യാറാകുക, നിലവിളിക്കാൻ തയ്യാറാകുക. നമ്മൾ നശിച്ചു പോകാതെ നിത്യതയിലെത്തേണ്ടതിന് ദൈവത്തിന്റെ കൃപ വെളിപ്പെടാൻ പോകുകയാണ്. അധിക ശ്രദ്ധ നമുക്ക് വേണം. അതിനെന്നാ വേണം? സദാചാരപരമായ ഗുണങ്ങൾ, സദ്ഗുണങ്ങൾ ഉളവാകപ്പെടണം. 5 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. 6-7 വാക്യത്തിൽ പ്രത്യേകമായി പറയുന്നുണ്ട്, വിശ്വാസം വേണം. എന്തിന്? നിത്യരാജ്യത്തിലേക്ക് പോകാൻ വിശ്വാസം വേണം. നിത്യരാജ്യത്തിലേക്ക് പോകാൻ വീര്യം വേണം. നിത്യരാജ്യത്തിലേക്ക് പോകാൻ ഇന്ദ്രിയജയം വേണം. നിത്യരാജ്യത്തിലേക്ക് പോകാൻ സ്ഥിരത വേണം. നിത്യരാജ്യത്തിലേക്ക് പോകാൻ സഹോദരപ്രീതി വേണം. നിത്യരാജ്യത്തിലേക്ക് പോകാൻ ഭക്തി വേണം. നിത്യരാജ്യത്തിലേക്ക് പോകാൻ സ്നേഹം വേണം. ഹലോ, ഇതൊന്നും വിടുതൽ പ്രാപിക്കാൻ വേണ്ട വിശ്വാസം മാത്രം മതി. എന്നാൽ ഇന്നു രാത്രിയിൽ നിങ്ങൾക്ക് വർദ്ധിക്കപ്പെടേണ്ടത് കേവലം രോഗശാന്തിക്കുള്ള വിശ്വാസമല്ല, കെട്ടഴിയുന്ന വിശ്വാസമല്ല. കെട്ടഴിഞ്ഞ അക്കരയെത്തേണ്ടതിന്, നിങ്ങളിൽ വ്യാപരിക്കപ്പെടേണ്ടതിന്, ഭക്തി ഉളവാകപ്പെടേണ്ടതിന്, സ്ഥിരത ഉളവാകപ്പെടേണ്ടതിന് വീര്യമുള്ളൊരു ക്രിസ്ത്യാനിയാകുക. പ്രിയ ജോസങ്ങൾ എപ്പോഴും ഓർപ്പിക്കും,
ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഹല്ലേലൂയ പറയുന്നവരെ കണ്ടാൽ അറിയാം, വീര്യമുള്ളവരെ കണ്ടാൽ അറിയാം. ക്രിസ്തു വിശ്വാസത്തിൽ വീര്യമുണ്ടോ? അത് നഷ്ടപ്പെടരുത്, സമയമില്ല. ഇന്ന് രാത്രി അത് ഏറ്റെടുക്കാൻ തയ്യാറായാൽ അത്ഭുതം ചെയ്യുന്ന കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉത്സാഹമുള്ളവരാകാം. അതുകൊണ്ട് തന്നെ പത്രോസ് 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമാകരുത്. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് പോസിറ്റീവ് ആക്കിയേ. ഉത്സാഹമുള്ളവരും ഫലമുള്ളവരും. ആർക്കാ? എന്തിനാ? നിത്യരാജ്യത്തിൽ പോകാൻ. സന്തോഷമുണ്ടോ? ഫലമുള്ളവരാകാൻ ആഗ്രഹമുണ്ടോ? 8 ദിവസത്തെ കൺവെൻഷനിൽ പങ്കെടുത്ത് ദൈവവചന കേൾവിയിലൂടെ പ്രാപിച്ചെടുക്കുന്ന ദൈവശക്തിയാൽ ഫലമുള്ളവരാകാൻ, ഉത്സാഹമുള്ളവരാകാൻ ആർക്ക് കഴിയപ്പെടുമോ അങ്ങനെ ഉള്ളവരാൽ ഈ ദേശത്ത് ദൈവസഭ വർദ്ധിക്കപ്പെടാൻ പോകുകയാ. അതിന് തടസ്സമായി നിൽക്കുന്ന, ജനത്തിന്റെ ഉത്സാഹത്തെ കെടുത്തുന്ന ദുഷ്ടാത്മ ശക്തികളുടെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഉത്സാഹം നഷ്ടപ്പെട്ടവരെ കുറിച്ച്, നിഷ്ഫലന്മാരായ വ്യക്തികളെ കുറിച്ച് ഒരു പദം അവിടെ കൊടുത്തിട്ടുണ്ട്. കുരുടൻ, 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 കണ്ണു കാണാത്തവൻ, കുരുടൻ. എന്താ ഈ കുരുട്ടുകണ്ണിന്റെ പ്രത്യേകത? കുരുട്ടുകണ്ണ് ഹ്രസ്വ ദൃഷ്ടിയാ പ്രദാനം ചെയ്യുന്നത്. പക്ഷെ കുരുട്ടുകണ്ണ് മാറി അകക്കണ്ണു തുറന്നവൻ ദീർഘദൃഷ്ടിയെ കാണും. ഈ കുരുടന്റെ അവസ്ഥ, കുരുടന്മാരാരെങ്കിലും ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. കുരുടന്മാർ നടക്കുന്നത് എപ്പോഴും ഇങ്ങനെയാ. മണ്ണിനോടാ ബന്ധം, വിണ്ണിനോടൊരു ബന്ധമില്ല. മണ്ണിനോടാണോ ബന്ധം, വിണ്ണിനോടാണോ ബന്ധമെന്ന് ഇന്ന് രാത്രി ദൈവപദം തിരിച്ചറിയണം. മണ്ണിനോടുള്ള ബന്ധം വിട്, വിണ്ണിനോടുള്ള ബന്ധം നിനക്കുണ്ടാകട്ടെ. ഉയരത്തിലുള്ളത് അന്വേഷിപ്പാൻ, വിണ്ണിലുള്ളത് അന്വേഷിപ്പാൻ ഇന്ന് രാത്രി ആര് തയ്യാറാകുമോ ദൈവശക്തി അവരുടെ മേൽ വെളിപ്പെടാൻ പോകുകയാ. മണ്ണിന്റെ ഗന്ധം ദൈവപദത്തിൽ നിന്ന് മാറണം. ഹലോ, നിത്യതയെ പോണമെങ്കിൽ മണ്ണിന്റെ ഗന്ധം മാറി വിണ്ണിന്റെ ഗന്ധമുണ്ടാകണം. മണ്ണിന്റെ സ്വന്തത്തോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് വിണ്ണിന്റെ സ്വന്തത്തിലേക്ക് ചേരപ്പെടണം. മണ്ണിനോട് സന്ധി ചെയ്ത് വിണ്ണിനോട് സന്ധിക്കപ്പെടേണ്ടതിന് ഇന്ന് രാത്രി ദൈവവേദന ഒരുങ്ങപ്പെടണം. എത്ര പേർ തയ്യാറാകും? ഇന്ന് രാത്രി അതിന് തയ്യാറായാൽ യേശുവിന്റെ നാമത്തിൽ വിടുതൽ നടക്കാൻ പോകുകയാ. ഭക്തരായി നിത്യരാജ്യ പ്രവേശത്തിന് തയ്യാറെടുത്ത് കൃപ പ്രാപിച്ച ദീർഘദൃഷ്ടിയുള്ളവരായി കർത്താവിൻ്റെ ദർശനത്തെ കാണുവാൻ, നിത്യരാജ്യ ദർശനത്തെ കാണാൻ. ചിലർ പറയുമല്ലോ, ഞാൻ ആരാണെന്നറിയാമോ? ശരി തന്നെ, ഞാൻ ആരാണെന്നറിയ പത്രോസ് പറയുന്നൊരു ഭാഗമുണ്ട്. ഞാൻ ആരാണെന്നറിയുന്നതിനേക്കാൾ ഞാൻ ആരായിരുന്നു എന്നറിയണം, ഞാൻ ആരാകുമെന്നറിയണം. ഞാൻ ആരായിരുന്നു എന്നറിഞ്ഞവൻ മുമ്പലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറക്കില്ല. ബ്രദർ, മുമ്പലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം നിങ്ങൾ മറക്കുന്നവനാണെങ്കിൽ നിങ്ങളെപ്പോലെ കഠിനനായ ഒരു മനുഷ്യൻ വേറെയില്ല. ഒരു വ്യക്തി കഴിഞ്ഞ കാലത്ത് ദൈവം ക്ഷമിച്ച പാപത്തെ മറന്നു കളഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനുവേണ്ടി ദൈവം മുടക്കിയ മുതൽ മടക്കായ ക്രിസ്തുവിൻ്റെ രക്തത്തെ തള്ളിപ്പറയുന്ന അർത്ഥം. അത് പുതിയ പാപത്തിൻ്റെ പ്രേരണയാ. കവാടം അടയപ്പെടും. ഇന്ന് രാത്രി എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ആത്മമണവാളന്റെ വരവേറ്റം അടുത്തിരിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും ഒരുങ്ങി ദൈവകൃപ പ്രാപിച്ച് നിത്യതയിൽ എത്തപ്പെടേണ്ടതിന് വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ കഴിവുള്ള എത്ര പേരുണ്ട്? വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ എത്ര പേർ റെഡിയാകുന്നുണ്ട്? ഇങ്ങനെ നിങ്ങളെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കാൻ ശ്രമിക്ക്. അർജൻസി മനസ്സിലാക്ക്. ഒരു ഫൈനൽ ടച്ചിന് തയ്യാറാകപ്പെട്. ഇങ്ങനെ ചെയ്താൽ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളം പ്രാപിക്കും. ഞാൻ ഒത്തിരി എൻ്റെ പഠനമുറിയിൽ ഇരുന്ന് ധ്യാനിച്ച ഭാഗമാണ്. എന്താ ഈ ധാരാളം പ്രാപിക്കുമെന്ന് വെച്ചാൽ? ഇടുക്കമില്ലാത്ത പ്രവേശനത്തിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിൻ്റെ നിത്യതയെ ലക്ഷ്യമാക്കി ഭക്തിയെ മുറുകെ പിടിച്ച് ഒരുവൻ ഇപ്പോൾ പ്രസ്താവിക്കപ്പെട്ട വർദ്ധിത വീര്യത്തോടെ, വൈരാഗ്യത്തോടെ ദൈവകൃപയ്ക്ക് വേണ്ടി തയ്യാറായാൽ പ്രവേശന കടവാടം മലക്കത്തുറന്ന് വരിക മകളെ, വരിക മകളെ എന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യേണ്ടതിന് ആയിരക്കണക്കിന് ദൂതന്മാർ ഉയരത്തിൽ എഴുന്നേൽക്കുന്ന സുപ്രഭാതം അടുത്തിരിക്കുകയാണ്. എത്ര പേർ കണ്ണുകൾ ഉയർത്തി കാണുന്നുണ്ട്? അതിന് തടസ്സമായി നിൽക്കുന്ന സകല വെല്ലുവിളികളും വിണ്ണിന്റെ ദർശനത്തെ തടസ്സപ്പെടുത്തുന്ന പിശാചിന്റെ ശക്തികൾ ഇപ്പോൾ തന്നെ വിട്ടുപോകട്ടെ. എന്താണ് ധാരാളം പ്രാപിക്കുക? ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ
ഒരു എക്സാമ്പിൾ എന്റെ മനസ്സിലേക്ക് വന്നു. അത് മറ്റൊന്നുമല്ല, സ്റ്റേഡിയം പണിയാൻ പകുതി തുക മുടക്കിയ ഒരു വ്യക്തി സ്റ്റേഡിയത്തിൽ ഒരു പ്രോഗ്രാം നടക്കാൻ പോകുന്നു, ഇനാഗുറേഷൻ ഫംഗ്ഷൻ. ആ സ്റ്റേഡിയത്തിന്റെ പണിക്ക് പകുതി മുതൽ മുടക്ക് കൊടുത്ത മനുഷ്യനെ സ്റ്റേഡിയത്തിന്റെ അധികാരികൾ വിളിച്ചിട്ട് ഇനാഗുറേഷൻ നടക്കിയ നിങ്ങൾക്കുള്ള VIP പാസ് ഇതാ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അതിലൊരു പാസ് അല്ല. മനസ്സിലായില്ലല്ലേ? ഒരു പാസല്ല. കൊടുത്ത വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്ക്, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർക്ക്, അദ്ദേഹത്തിന്റെ കമ്പനിയിൽ അടുത്ത ആളുകൾക്ക്, ഇന്നർ സർക്കിലുള്ളവർക്ക് നിരന്തരമായി ഇതിനകത്തേക്ക് പ്രവേശിക്കത്തക്കവണ്ണം പാസുകളുടെ എണ്ണം കൂടുതലായിരിക്കും. സൗജന്യ പാസ് എന്ന് വെച്ചാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് അറിയാമോ? പോകുന്നവർ മാത്രമായിട്ടല്ല, കൊണ്ടുപോകുന്നവരായി കർത്താവ് നമ്മളെ കാണുകയാണ്. ഉണ്ടോ? സ്വോത്രമൊന്നും ഇല്ല. ഇതൊന്നും പറഞ്ഞ പ്രയോജനമില്ലല്ലോ. എല്ലാ അനുഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇന്ന് തുള്ളിച്ചാടിയേനെ. ആത്മാവിൽ ഞാൻ പറയാ, ഇന്ന് രാത്രിയിൽ ആത്മാവിൽ അധികാരത്തോടെ നിത്യരാജ്യ പ്രവേശനത്തിലേക്ക് നിങ്ങൾ പോകുന്നവരായും നിങ്ങളെ കൊണ്ടുപോകുന്നവരുമായി തീർന്നാൽ, സിൽവർ ജൂബിലി കൺവെൻഷൻ കൊണ്ട് ചെറുവക്കൽ ചിലർ വേർതിരിക്കപ്പെട്ടാൽ, ചിലർ നിത്യരാജ്യത്തിന്റെ അവകാശികളാകേണ്ടതിന് ബ്രദർ സിസ്റ്റർ നിങ്ങളിലൂടെ നടക്കപ്പെട്ടാൽ അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹമായിരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രവേശനം ധാരാളം പ്രാപിക്കാൻ തയ്യാറാകുന്ന എത്ര പേരുണ്ട്? അത് പാസ്റ്റർമാർ മാത്രമല്ല, വിശ്വാസികളും. പാസ്റ്റർക്ക് മാത്രമല്ല പ്രവേശന പാസ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കിട്ടുന്നത്. ഇന്ന് രാത്രി നിങ്ങളൊരു സാധാരണ വിശ്വാസിയായിരിക്കാം, നിങ്ങളുടെ വർക്ക് പ്ലേസിൽ, നിങ്ങളുടെ പഠന സ്ഥലത്ത് നിങ്ങളോടൊപ്പം സഹകരിക്കുന്നവർ നിത്യരാജ്യ പ്രവേശനത്തിന് തയ്യാറെടുക്കേണ്ടതിന്, അവരെ കൂടെ കൂട്ടിക്കൊണ്ടുപോകേണ്ടതിന്, നിങ്ങൾ പോകുന്നതോടൊപ്പം അവരെയും നിങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ടുപോകേണ്ടതിന് ഇന്ന് രാത്രിയിൽ ഒരു തീരുമാനമെടുക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? അവർ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട്ട് ഇന്ന് രാത്രി ദൈവശക്തി നിങ്ങളിൽ വ്യാപരിക്കാൻ പോകുക. കൃപ പെരുകേണ്ടതിന്, സമാധാനം പെരുകേണ്ടതിന്, കർത്താവിൻ്റെ പരിജ്ഞാനത്തിൽ അടുത്തു വരുന്ന ദൈവ പൈതലിനെ ഇന്ന് രാത്രി കർത്താവ് തൊടാൻ പോകുക. ബ്രദർ, ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ അത്ഭുതം നടക്കാൻ പോകുക, വിടുതൽ നടക്കാൻ പോകുക. നിത്യരാജ്യത്തെ ലക്ഷ്യമാക്കി നിത്യരാജ്യത്തിൽ പോകണമെന്ന് പറ. ബലഹീനനായി നിത്യരാജ്യത്തിൽ പ്രവേശിക്കാതെ ഇന്ന് രാത്രി നിന്റെ ശരീരത്തിലെ ബലഹീനതകളെ അഴിപ്പാൻ, അത്ഭുതം ചെയ്യാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. സഹോദരി, നിന്റെ കുടുംബ പ്രശ്നത്തെ കർത്താവ് കാണുന്നുണ്ട്. പ്രശ്നത്തോടെ നിത്യരാജ്യത്തിൽ പ്രവേശിപ്പാനല്ല, ഭക്തി മുറുകെ പിടിച്ച് എനിക്ക് അക്കരെ പോണമെന്ന് ആത്മനിറവിൽ ഇന്നു രാത്രി നീ തീരുമാനിച്ച് കർത്താവിൽ വിശ്വാസ പ്രഖ്യാപനം നടത്തിയ നിന്റെ കുടുംബത്തെ ഇന്നു രാത്രിയിൽ നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ മൈലുകൾക്ക് അകലെ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അധികാരത്തെ ഇപ്പോൾ തന്നെ കുടുംബത്തെ കർത്താവ് തൊടാൻ പോകുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ട് ദൂതേറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ട് ഇപ്പോൾ തന്നെ വിടുതൽ നടക്കട്ടെ. അപ്പുറകിലിരിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇരുട്ടിൽ നിങ്ങൾ ഇരുന്നാലും നിങ്ങളെ അറിയുന്ന കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നത്തെ ആഴമായി മനസ്സിലാക്കുന്ന ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ആത്മാവിന്റെ വിടുതൽ ഇവിടെ വെളിപ്പെടുത്തുവേണ്ടതിന് അവരിവിടെ വന്നിട്ടുണ്ട്. അതിന് തടസ്സമായി നിൽക്കുന്ന പ്രതികൂല ശക്തികൾ, നിത്യരാജ്യ പ്രവേശനത്തെ തടസ്സപ്പെടുത്തുന്ന ആ ധാർമ്മികതയുടെ ശക്തികൾ ഇപ്പോൾ തന്നെ തകരപ്പെടട്ടെ. ആ ഭക്തിയുടെ ശക്തികൾ ഇപ്പോൾ തന്നെ തഴയപ്പെടട്ടെ. സ്ഥിരത തരാതെ, വിശ്വാസ ജീവിതത്തിൽ സ്ഥിരത തരാത്ത പോരാട്ടം യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തിൽ ദൈവദാസന്മാർ ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ട്, വിശ്വാസത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്, ആൾമാർ ഇവരെ പോലെ കർത്താവ് നിങ്ങളെ മാറ്റി ചിലരെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതിന്, കൂട്ടിക്കൊണ്ടുപോകേണ്ടതിന് അഭിഷേകത്തോടെ കർത്താവ് നിങ്ങളെ ഒരുക്കാൻ പോകുക. കാലം ഇനി അധികമില്ല. ഇനി ഒരു കൺവെൻഷൻ കൂടാൻ കഴിയുമെന്ന് അറിയില്ല. ഇനി ജൂബിലിയും, ഇനി സിൽവർ ജൂബിലിയും, ഇനി ജൂബിലിയും പ്ലാറ്റിനും ഒക്കെ ആഘോഷിക്കാൻ കഴിയുമെന്ന് ഒരു നിർണയവുമില്ല. എന്റെ യേശു വരാറായി. കൺകളുയർത്ത് മണ്ണുമായിട്ടുള്ള പിടിവിട് സഹോദര, മണ്ണുമായിട്ടുള്ള ഗ്രിപ്പ് വിട്ട് വിണ്ണിനോട് ചേരാ, വിണ്ണിനെ ദർശനം കാണുവാൻ കരങ്ങൾ തട്ടി ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നിന്റെ ശരീരത്തിന്മേൽ ദൈവശക്തിയുടെ അധികാരം ഇറങ്ങാൻ പോകുകയാ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോട്ട് ആരും മൗനമായിരിക്കരുത്. ദൈവശക്തി വെളിപ്പെടട്ടെ, ദൈവിക അടയാളം വെളിപ്പെടട്ടെ, പിശാചിന്റെ ബന്ധനങ്ങൾ തകരട്ടെ. വിണ്ണിനോട് അടുപ്പിക്കാതെ മണ്ണിലേക്ക് നിന്നെ ഉറപ്പിക്കുന്ന അന്ധകാരത്തിന്റെ തന്ത്രങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. ദർശനം കാണ്, വിണ്ണിനെ ദർശനം കാണ്, വിണ്ണിനെ ദർശനം കാണ്, വിണ്ണിനെ ദർശനം കാണ്. മണ്ണിന്റെ ദർശനം വിട്, മണ്ണിന്റെ ഫോക്കസ് മാറട്ടെ. ജോലിയിലെ പ്രശ്നം കർത്താവ് അറിയുന്നുണ്ട്.
നീ അറിയാതെ നിന്റെ കമ്പനി നിന്നെ പുറത്താക്കിയത്, ആത്മാ പറയുന്നതിന്റെ പുറത്താക്കിയ കമ്പനി നിന്നെ തിരിച്ചു വിളിക്കുന്ന ദിവസം അടുത്തിരിക്കുക. വിണ്ണിനെ ദർശനം കാണുക. എന്റെ ഭക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന അവസരമായതൊന്ന് ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിഞ്ഞാട്ട്, ശരീരത്തിലെ രോഗബന്ധനം നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ ഇല്ലായ്മ ചെയ്യാനല്ല, നിങ്ങളെ പണിതെടുത്ത് നിത്യരാജ്യത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിന്, ഭക്തി ഉളവാക്കേണ്ടതിന്, ശരീരത്തിൽ വന്നിരിക്കുന്ന പോരാട്ടത്തെ കണ്ട് അയ്യോ എനിക്കിത് വന്നല്ലോ എന്ന് പറയാതെ ഇത് സാരമില്ല, ഞാൻ മുഴങ്കാലിലിരുന്ന് ആത്മീയ നന്മകൾക്ക് വേണ്ടി കരയാൻ തയ്യാറാണെന്ന് ഇന്ന് രാത്രി സഹോദരി വിശ്വാസ പ്രഖ്യാപനം നടത്ത്. ഇപ്പോൾ തന്നെ നിന്റെ കുടുംബത്തെ കർത്താവ് തൊടാൻ പോകുകയാ. ചിലർ വിടുതൽ പ്രാപിക്കുന്നു, ചിലർ വിടുതൽ പ്രാപിക്കുന്നു, ചിലർ വിടുതൽ പ്രാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രാത്രി ചിലർ വിടുതൽ പ്രാപിക്കുന്നു. വിശ്വസിക്കുക സഹോദരി, വിശ്വസിക്കുക. നിന്റെ ശരീരത്തിന് ബന്ധനം അഴിഞ്ഞ് ഇപ്പോൾ തന്നെ എഴുന്നേൽക്കാൻ പോകുകയാ. ആ പിശാചിന്റെ ബന്ധനം അഴിയാൻ പോകുകയാ. പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിലും പ്രാർത്ഥന വീര്യത്തെ നഷ്ടപ്പെടുത്തി പ്രാർത്ഥനയിൽ നിന്ന് മുന്നോട്ട് വിടാതെ നിന്റെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന അന്ധകാര ശക്തികൾ ഇപ്പോൾ തന്നെ വിട്ടുപോകട്ടെ. ഒരു ദിവസം വചനത്തോട് നന്നായി പ്രതികരിക്കും, അടുത്ത ദിവസത്തെ തണുപ്പനാൽ കല്ലായ ഹൃദയം യേശുവിന്റെ നാമത്തിൽ ഇത് രാത്രി മാറാൻ പോകുകയാണ്. കരങ്ങൾ തട്ടി ശക്തിയോടെ ദൈവദാസന്മാർ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കട്ടെ. വിശ്വാസത്തോടെ ദൈവജനം വിടുതൽ ഏറ്റെടുക്കട്ടെ. നിത്യത 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 മാത്രം ദർശനം കാണുക. നിത്യരാജ്യ പ്രവേശന ദർശനം കാണുക. അതിന് തടസ്സമായി നിൽക്കുന്ന സകല പ്രതികൂലങ്ങളും ഇപ്പോൾ തന്നെ വിട്ടുപോകുകയാണ്. എഴുന്നേറ്റുന്നത് ദൈവത്തെ ആരാധിക്കാൻ താല്പര്യമുള്ളവർ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിച്ചാട്ട്, വായികൾ തുറന്ന് ദൈവത്തെ ആരാധിച്ചാട്ട്, കരങ്ങൾ തട്ടി ദൈവത്തെ ആരാധിച്ചാട്ട് ഇപ്പോൾ തന്നെ വിടുതൽ വെളിപ്പെടട്ടെ. എനിക്ക് നിത്യത വേണം. എന്റെ ദർശനത്തിന് കോട്ടം പറ്റിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് ശ്രദ്ധിക്കൂ, ഒരു സെക്കൻഡ് ശ്രദ്ധിക്കൂ. എൻ്റെ ദർശനത്തിന് കോട്ടം പറ്റിയിട്ടുണ്ട്. എനിക്ക് മടങ്ങി വരണം. എനിക്ക് നിത്യത ലക്ഷ്യമാക്കണം. ഇന്ന് രാത്രി രോഗശാന്തിക്ക് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഞാൻ വിളിക്കുന്ന വിളി ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് പ്രതികരിക്കുക. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 10 വർഷം 15 വർഷമായി, സ്നാനപ്പെട്ടിട്ട് നാളുകളായി. ഞാനിത് ആദ്യമായി ഇവിടേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. എൻ്റെ നിത്യതയിലെ ദർശനത്തെ നഷ്ടപ്പെടുത്തി കർത്താവിനോട് ചേരുന്നതിന് തടസ്സമായി എന്നെ പുറകോട്ട് പോയ ഒത്തിരി ശക്തികളുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് ഒരു ജയിച്ച ജയാളിയായി നിത്യരാജ്യത്തിൽ പ്രവേശിപ്പാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പറയുന്നവർ മാത്രം കരമുയർത്തിക്കാട്ട്. എല്ലാവരും ഉയർത്തല്ലേ. എനിക്കൊരു മടങ്ങി വരവ് വേണമെന്ന്, എനിക്ക് നിത്യത ലക്ഷ്യമാക്കണമെന്ന്. ഇന്ന് രാത്രി ഞാൻ മാത്രം കൈ ഉയർത്തിയാലും ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ ഹൃദയങ്ങളെ തിരിച്ചറിയുന്നുണ്ട്. കരം നന്നായി ഉയർത്തണം, പകുതി കരം ഉയർത്തരുത്. കർത്താവ് കാണാനാ. ഇവിടെ ആരും കണക്കെടുക്കുന്നില്ല, ഇവിടെ ആരും എണ്ണുന്നില്ല, ഇവിടെ ആരും ഒന്നും നോക്കുന്നില്ല. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ഇത് കർത്താവിനോടുള്ളൊരു പ്രഖ്യാപനമാണ്. കർത്താവേ, ഞാൻ നിത്യതയ്ക്കായി വാഞ്ചിക്കുന്നു. നിന്റെ വരവ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഭക്തിയെ മാറ്റണമേയെന്ന്, അസ്ഥിരതയെ മാറ്റണമേയെന്ന്, അടുത്ത ദിനങ്ങളിൽ നടക്കാൻ പോകുന്ന വചനങ്ങളോട് നന്നായി പ്രതികരിച്ച് നിത്യതയെ പോകേണ്ടതിന് കൃപ ഏറ്റെടുക്കുന്ന ഒരു ഒരുക്കം ഇന്ന് രാത്രിയിൽ എനിക്ക് തരണമേയെന്ന് ആഗ്രഹിക്കുന്നവർ കരമുയർത്തിക്കാട്ട്. യേശുവിന്റെ നാമത്തിൽ ദൈവദാസന്മാരാകാം, ദൈവദാസിമാരാകാം, പുതിയ വിശ്വാസികളാകാം, കുഞ്ഞുങ്ങളാകാം. ഇന്ന് രാത്രി വായി തുറന്ന് പറഞ്ഞാട്ട് എനിക്ക് നിത്യത വേണോ. ആ കരമുയർത്തിയവർ കരങ്ങൾ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഇപ്പോൾ തന്നെ ദൈവശക്തി ഇറങ്ങുകയാ. കരം തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് പിശാചിന്റെ ബന്ധനങ്ങൾ വിട്ടുപോകും. ഇപ്പോൾ തന്നെ ബന്ധനങ്ങൾ അഴിയട്ടെ. ഇപ്പോൾ തന്നെ പോരുകൾ തകരട്ടെ. ഇപ്പോൾ തന്നെ പോരാട്ടങ്ങൾ തകരട്ടെ. ദൈവജനത്തെ നിത്യതയെ തടസ്സപ്പെടുത്തുന്ന അന്ധകാര ശക്തികൾ വിട്ടുമാറോ. കാലമെല്ലാം കഴിയും, ഇനി കാണുന്നതെല്ലാം കഴിയും. കരങ്ങൾ തട്ടി ദൈവത്തെ ആരാധിപ്പാൻ തയ്യാറാക്ക്. യേശുവിന്റെ നാമത്തിൽ വിടുതൽ വെളിപ്പെടട്ടെ. അന്യഭാഷകളോട് കരങ്ങൾ തട്ടി ശക്തിയോട്. കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം കഴിയും. ശക്തിയോടെ കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം കഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ
തിരികെ വരാതെ നാം നിത്യതയിൽ പറയും. കരങ്ങൾ തട്ടി പ്രത്യാശയോടെ പുതുയുഗം ശക്തിയോടെ തിരികെ വരാതെ നിത്യതയിൽ പറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ അധികം തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ അധികം തീർന്നിടുവാൻ. കാലമെല്ലാം കഴിയും ശക്തിയോടെ കണ്ണടച്ച് കാലമെല്ലാം കഴിയും കാണുന്നതെല്ലാം വഴിയുമോ. പിന്നെ പുതുയുഗം പിരിയും തിരികെ വരാതെ നിത്യതയിൽ പറയൂ. പിന്നെ പുതുയുഗം പിരിയും തിരികെ വരാതെ നിത്യതയിൽ പറയൂ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ അധികം തീർന്നിടുവാൻ. അധികമില്ലിനിയും പിന്നിലുള്ളതുപോലെ നമ്മുടെ അധികം തീർന്നിടുവാൻ. പിന്നിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം. ശക്തിയോടെ പിന്നിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. സകല ബന്ധനങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ വിട്ടുമാറോ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ അധികം തീർന്നിടുവാൻ. ദൈവിക ഭവനമതി പുതു വീടുകൾ ഒരുക്കിയവൻ. ദൈവിക ഭവനമതി ശക്തിയോടെ പ്രത്യാശയുടെ കണ്ണുകൾ ഉയർത്തി പരിപൂർണ്ണ ദൈവിക പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ അധികം തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ അധികം തീർന്നിടുവാൻ. കാലമെല്ലാം കഴിയും ഇന്നു കാണുന്നതെല്ലാം അഴിയുമോ. കാലമെല്ലാം കഴിയും ഇന്നു കാണുന്നതെല്ലാം അഴിയുമോ. പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ പറയൂ. പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ പറയൂ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. Hallelujah, 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 hallelujah.
ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, വീണ്ടും അങ്ങ് വാഴ്ത്തുന്നു. യേശുശേഷ മഹായോഗത്തിന്റെ പ്രഥമ രാത്രിയിൽ തിരു സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്ന ഐശ്വര്യമായി ഞങ്ങളെ അനുഗ്രഹിച്ച സ്നേഹത്തിനായി നന്ദിയും നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്ന കർത്താവെ ഞങ്ങളെ വാഴ്ത്തുന്നു. കടന്നുവന്ന സമയം തിരു സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിച്ചു സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടി അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ഉദാസന്മാരെ പ്രത്യേക അഭിഷേകം ചെയ്തു. ഒരുമിച്ച് പാടി അങ്ങ് സഹായിച്ചാൽ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പരിശുദ്ധ പിതാവേ, അവിടുത്തെ പ്രവർത്തനത്തിൽ കൂടെ ഞങ്ങളുടെ ഇന്ന് രാത്രി ഞങ്ങളുടെ പരമാർത്ഥം മനസ്സിനെ ഉണർത്തുന്ന അങ്ങയോടുകൂടെയുള്ള നിത്യതയ്ക്കായി ഞങ്ങളെ ഒരുക്കുന്ന നിത്യത കവാടം ഞങ്ങളുടെ തുറക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളെ കേൾപ്പിച്ച സ്നേഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ വിളിയും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ പരിശുദ്ധമ ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ച കർത്താവേ, അങ്ങയുടെ മഹിമയ്ക്കായി ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവെന്ന്, അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ സംസാരിച്ച സ്നേഹത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയല്ലോ. അങ്ങ് ഞങ്ങളുടെ ദൈവമായി ഞങ്ങൾ അവിടുത്തെ ജനമായിരിക്കുമെന്നും അങ്ങ് ഞങ്ങൾക്ക് പിതാവായി ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാർ പുത്രിമാരുമായിരിക്കുമെന്നും അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തം ഞങ്ങൾക്കുള്ളതാകയാൽ ഈ ഭൂമിയിലെ സകല തിന്മകളിൽ നിന്നും ഈ ലോകത്തിലെ അതേ മോഹങ്ങളിൽ നിന്ന് അതെല്ലാം വിട്ടോടി വരഞ്ഞോടി അതേ കർത്താവേ, ഞങ്ങളുടെ നിത്യതയിൽ അങ്ങയോട് ഒരുമിച്ച് കാണുവാൻ ഒരുങ്ങുവാൻ ഞങ്ങളെ ബുദ്ധി ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കേൾപ്പിച്ച വചനങ്ങൾ ഓരോന്ന് ഏറ്റെടുത്ത് അതുകൊണ്ട് ആകെ സമർപ്പിക്കാൻ ഞങ്ങളൊന്നുകൂടെ ഏൽപ്പിക്കുന്ന കർത്താവേ, ഇനി ഞങ്ങൾക്ക് ഒരുങ്ങാൻ അധികം സമയമില്ല. ഞങ്ങൾ ഒരുങ്ങിയോ എന്നും നോക്കുവാൻ മാത്രമേ ഞങ്ങളുടെ മുമ്പിൽ സമയമുള്ളൂ. ഞങ്ങളുടെ കർത്താവ് ഒരാറായും ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തുതിക്കുന്നു. അവിടുത്തെ വളരെ ശ്രദ്ധയോടെ ഒരുങ്ങുവാൻ ഇന്ന് രാത്രി കർത്താവ് പന്തിച്ച എല്ലാവർക്കും ഇടയാക്കണമേ. പ്രദാസിനോട് ഞങ്ങൾ പരിമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അധികം അധികം കൃപകളാൽ നിറച്ച ഇന്നത്തെ മീറ്റിംഗിൽ ദാസനായി സ്തുതിക്കുന്നു. കർത്താവെ സെൻട്രൽ നൽകുന്ന അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. ഇവിടെ അധ്വാനിക്കുന്ന ദൈവദാസന്മാരും കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സെൻട്രൽ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ ഇത്രത്തോളം അധ്വാനിച്ച എല്ലാവർക്കായി ഞങ്ങൾ എങ്ങനെ സ്തുതിക്കുന്നു. കാര്യങ്ങൾ ആർപ്പിച്ചു ഞങ്ങൾക്കായി സ്തോത്രം. ഇപ്പോൾ ഞങ്ങളെ അനുഗ്രഹത്തോടെ സ്തുതിക്കുന്നു. അവിടുത്തെ പേരെ സ്നേഹിച്ച് അവിടുത്തെ സമർപ്പിച്ചിരിക്കുന്ന ഈ ധനശേഖരത്തിനായി സ്തുതിക്കുന്നു. ഇതിലേക്ക് അറിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അനേകം മടങ്ങ് പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ. എൻ്റെ കർത്താവ് നാമത്തിന് മഹത്വമായി ഇത് വിനയിക്കാൻ സഹായിക്കണമേ. ഇപ്പോൾ ഞങ്ങൾ സമാധാനത്തിൽ കടന്നു പോകട്ടെ. കർത്താവ് താമസിച്ചാൽ അടുത്ത ദിവസം നമുക്ക് മീറ്റിംഗിലും ഏറ്റവും അനുഗ്രഹീതമായി നടക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം സ്തോത്രം യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ചു വളരുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും സംസർഗവും കാവലും നാം എല്ലാവരോടും പ്രത്യേക വചനം ശുശ്രൂഷിച്ച ദാസരോടും വചനം കേട്ട ജനത്തോടും തുടർന്ന് നടക്കുന്ന മീറ്റിംഗിനോടും കൂടെ ഇപ്പോഴും എപ്പോഴും വർദ്ധിച്ചു വരുമാറാകട്ടെ.